ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുതിയ വെറൈറ്റി ദോശയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. നമ്മൾ ഇതിന് മുൻപും ദോശയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണിത്. ഇത് നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. ഇതിൽ പുളി ഉണ്ടോ എന്നുള്ള സംശയം ഒരുപാട് പേർക്കുണ്ട്. പുളി ഇല്ലാത്ത ദോശയാണ്. ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉഴുന്ന് ചേർക്കാത്ത ദോശയാണെന്ന് ആരും പറയില്ല. അപ്പോൾ നല്ല അടിപൊളി ലുക്കിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. നമ്മളിന്ന് ഇവിടെ ഒരു ദോശ തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അളന്നെടുക്കുന്നത് ഈ ഒരു മെഷറിംഗ് കപ്പിലാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml മെഷറിംഗ് കപ്പാണ്. അപ്പോൾ മെഷറിംഗ് കപ്പ് ഉള്ള ഒരു മെഷറിംഗ് കപ്പിൽ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സോ കപ്പൊക്കെ കാണുമല്ലോ, അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടിയാണ് ഉള്ളതെന്ന് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. വറുത്തരിപ്പൊടി ആയാലും വറുക്കാത്ത അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പച്ചരി ആയതുകൊണ്ട് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനൊരു 4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഈ പച്ചരിയുടെ കൂടെ ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉലുവയും പച്ചരിയും കൂടിയിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാനിത്. ഇത് നമ്മൾ കുതിർക്കാൻ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ കുതിർക്കണത്. നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർത്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ ഫുള്ളായിട്ട് ആകുമ്പോൾ ഓവർലോഡ് ആവുമെന്ന് വെച്ചാൽ 2 ട്രിപ്പായിട്ടായാലും അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അവിലാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളവിലാവുമ്പോൾ നമ്മുടെ ദോശ നല്ല വൈറ്റ് കളറായിട്ടിരിക്കും. മട്ടവിലായാലും കുഴപ്പമൊന്നുമില്ല, കളറിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണോ ഉള്ളതെന്ന് വെച്ചാൽ അവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അതേ മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പ് നിറയെ നമ്മൾ അവിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ അതേ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം നമ്മളെ പച്ചരി കുതിർത്തെടുത്തിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. നമ്മളിത് പച്ചരി കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പച്ചരി കഴുകിയിട്ട് വേണം കുതിർക്കാൻ വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇനി അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. ഒട്ടും തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല മയത്തിൽ നല്ല പട്ട് പോലെ അരച്ചെടുക്കുക. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ലൂസായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. കുറച്ച് ടൈറ്റായിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടാവേണ്ടത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചരി നന്നായിട്ട് അരയേയില്ല. അപ്പോൾ കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കറക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യണത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ മുൻപ് ദോശയുടെ റെസിപ്പിയിലൊക്കെ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മളെ ബാറ്റർ കറക്റ്റായിട്ട് പൊങ്ങി വരുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ഈസ്റ്റ്, ബേക്കിംഗ് സോഡ അങ്ങനെ യാതൊരു സംഭവങ്ങളും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ബാറ്റർ കറക്റ്റായിട്ട് പൊങ്ങി വരാൻ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഇതുപോലെ വേണം നമ്മളെ ബാറ്റർ ഉണ്ടാവാനായിട്ട് കേട്ടോ. പിന്നെ കൈ വെച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഒരു തവി കൊണ്ട് ഈ ഒരു ബാറ്റർ ഇതുപോലെ മുകളിലോട്ട് ഇങ്ങനെ കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാറ്റർ നന്നായിട്ട് എയർ ബബിൾസ് ഒക്കെ വന്നെന്നറിയും. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒന്ന് പൊങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഈസ്റ്റ്, ഈനോ, ബേക്കിംഗ് സോഡ അങ്ങനെ യാതൊന്നും ചേർക്കുന്നില്ല. പിന്നെ ചോറും തേങ്ങയും ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ പൊങ്ങി വരാൻ നമ്മൾ ഈ ഒരു മിക്സിങ്ങിൻ്റെ കാര്യം ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിതിവിടെ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ടാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ തണുവുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചൂട് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചാലും മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മളെ ബാറ്ററി നമ്മൾ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൻ്റെ ഒരു ബാറ്ററി അരച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിലാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളെ ബാറ്ററി അത്യാവശ്യം നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നിറയെ എയർ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് പൊങ്ങി വന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് പതഞ്ഞ് നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ഇതിന് മുൻപ് ദോശയുടെ റെസിപ്പികൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചോറ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ അതൊന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മളെ ബാറ്റർ കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിന് ഒരുപാട് പുളിയൊന്നും ഇല്ല കേട്ടോ. കുറേ പേർക്ക് ഡൗട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും എന്നുള്ളത്. അങ്ങനെ പുളിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ ദോശ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുക്കാനായിട്ട് നമ്മളെ ദോശപ്പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പാനിൻ്റെ ഹീറ്റ് ഒന്ന് ബാലൻസിങ് ആവാനാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ബാറ്ററിൽ നിന്ന് ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ദോശയിൽ നിറയെ ഹോൾസൊക്കെ വരും കേട്ടോ. നമ്മൾ ഉഴുന്നൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന ദോശ പോലെ തന്നെയാണ് ഇത് കാണാനായിട്ട്. നിറയെ ഹോൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ തയ്യാറാക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ പച്ചരി അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ട് കുറച്ച് അവിലും കൂടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ദോശയുടെ മുകൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചപ്പോൾ തന്നെ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ദോശ ഇരിക്കുക. നല്ല ചൂടോട് കൂടി കഴിക്കാനാണെങ്കിൽ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ ഇതൊന്ന് തളർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എങ്ങനെയായാലും നിങ്ങൾ ടേസ്റ്റ് പോലെ കഴിക്കുക, ചൂടോട് കൂടി കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഗാർലിക് ചട്നി കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഗാർലിക് ചട്നിയുടെ റെസിപ്പി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശ കംപ്ലീറ്റ് ആയിട്ടും തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള അതേ അളവിൽ നിങ്ങൾ പച്ചരിയും അതുപോലെ അവിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 15 മുതൽ 20 ദോശ വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മളെ ദോശ കുറച്ചൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറി വരുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല തളർന്നിട്ടുള്ള ദോശയായിട്ടാണ് കേട്ടോ കിട്ടുക. നല്ല ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പിനെസ്സും, ചൂടാറി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണേ. നല്ല അടിപൊളി ദോശയാണ്. ഇത് ഉഴുന്നരച്ചിട്ടുള്ള ദോശ അല്ലാന്ന് ഇത് കണ്ടാൽ പറയില്ല കേട്ടോ. കഴിച്ച് നോക്കിയാലാണ് ആ ടേസ്റ്റിൻ്റെ വ്യത്യാസം അറിയുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ റെസിപ്പികളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കിട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്